ഇതേ ഇന്ന് എൻ്റെ പറമ്പിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടാ. ഒരു ബട്ടർഫ്ലൈ ആണ്. ഞാൻ വിചാരിച്ചു അത് മരിച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ആയിരിക്കുന്നു. പക്ഷെ അല്ല കേട്ടാ. അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഒരു ചിറക് ഡാമേജ് ആയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അതിന് ഹൈറ്റിലേക്കൊന്നും പറക്കാനായിട്ട് പറ്റണില്ല. ഞാനിങ്ങനെ എൻ്റെ കൈ വെച്ചപ്പോൾ എൻ്റെ വിരലിലൂടെ അത് കയ്യിലേക്ക് കയറി വന്നു കേട്ടാ. പാവം തോന്നി. അല്ലെങ്കിലും കേവലം 4-5 ദിവസത്തെ ആയുസ്സിൽ നമ്മുടെ മണ്ണിലേക്ക് പിറന്നു വീണ അവർ ആ ഒരു കുഞ്ഞു നാളുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കും അല്ലേ. എത്ര ഭംഗിയാണ് അവരെ കാണാനായിട്ട്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാട് കയറി ചിന്തിക്കണതിൻ്റെ ഇടയിൽ. എനിക്ക് തോന്നി എൻ്റെ ചിന്ത എങ്ങടാ പോകണമെന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ ഈയിടെയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള കോൺട്രവേഴ്സി ഓർത്തുപോയി കേട്ടാ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രശസ്തിയായിട്ടുള്ള ഒരു സിനിമാ താരം ഡിപ്രഷനെ കുറിച്ചും ഓവർ തിങ്കിങ്ങിനെ കുറിച്ചും അതുപോലെ ആങ്സൈറ്റി, മൂഡ് സിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുണ്ടായി. പക്ഷേ അതിന് തക്കതായ മറുപടി ഈ ഒരു വിഭാഗവുമായിട്ട് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡിവിജ്വൽസ് അതിന് തക്കതായിട്ടുള്ള മറുപടി അതേ സോഷ്യൽ മീഡിയ വഴി അവർക്ക് കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അതായത് മാനസിക ആരോഗ്യത്തെ നിസ്സാരവൽക്കരിച്ചു എന്നതിൻ്റെ പേരിൽ. എനിക്കും പറയാനുള്ളത് ഈ മനസ്സ് അല്ലെങ്കിൽ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ ചുറ്റിലും ഇപ്പോഴുമുള്ള ആളുകൾ, അത് വിദ്യാസമ്പന്നരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ആളുകൾക്കൊരു ധാരണയുണ്ട് ഈ വിഷാദത്തിലൊക്കെ വന്നിട്ടുള്ള ആളുകളെ നോക്കിയിട്ട്. ചിലരെങ്കിലും പറയണത് ഞാനും കേട്ടിട്ടുണ്ട്, അതിപ്പോൾ അവളുടെ കയ്യിലിരിപ്പോൾ അവളുടെ അടവാണ്, എല്ലിൻ്റെ ഇടയിൽ വറ്റുകൂത്തിയിട്ടാണ്, അതിപ്പോൾ അവളോ അവനോ പരാമർശിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ADHD അതുപോലെ തന്നെ ഓട്ടിസം അങ്ങനെയുള്ള ഭയാനകമായ അവസ്ഥകളാണെന്നുള്ളത് നമുക്കറിയണമെങ്കിൽ നമ്മുടെ വീട്ടിലും അതേ ഒരു അവസ്ഥയിൽ ആളുണ്ടെങ്കിലോ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിൻ്റെ ഗൗരവം പിടികിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ണും അടച്ച് പെട്ടെന്ന് ഒരു പ്രസ്താവന ഇറക്കും മുമ്പ് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണത് നല്ലതായിരിക്കും. അതും അല്ലെങ്കിൽ പണിയില്ലാണ്ടാണ്, അവൾക്ക് പണിയില്ലാണ്ടാണ്, അവന് പണിയില്ലാണ്ടാണ്, ഇരിക്കപ്പിണ്ടായിട്ട് ഇരിക്കാനാണ്, വേർപ്പിൻ്റെ അസുഖമാണെന്നൊക്കെ പറയും. നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത് എന്താണ്? ആരോഗ്യത്തിനുള്ള നിർവചനത്തിൽ വെറുതെ ശരീരത്തിനുണ്ടായ ആരോഗ്യം മാത്രമല്ല, മനസ്സിനും ആരോഗ്യം വേണം. അത് രണ്ടും കൂടുമ്പോൾ മാത്രമാണ് ഒരാൾ ഹെൽത്ത് വൈസ് ഫിറ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള റോങ് ആയിട്ടുള്ള അറിവ് നിങ്ങളുടെ മൈൻഡിലും ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുന്നത് നല്ലതായിരിക്കും. ആരാൻ്റെ അമ്മയ്ക്ക് വട്ട് പിടിച്ചാൽ കാണാൻ നല്ല ചേലാന്ന് പറയും. അപ്പോൾ ഇതേ അവസ്ഥയിലൂടെയൊക്കെ നമ്മളും കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. ഇനി അല്ല എങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് നിങ്ങളിലോ അടുത്തോ നിങ്ങളുടെ വീട്ടിലോ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു വിദഗ്ധ ചികിത്സ അവർക്ക് നേടിക്കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.